പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യർ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, കൊലോഷ്യൻസ് ചാപ്റ്റർ 4:2, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പി. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു പ്രയർ കിടക്കുന്നത് അതെൻ്റെ ഒരു ഫേവററ്റ് പ്രയറാണ്. പ്രവാസ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. യെറുസലേമിൻ്റെ മതിൽ തീ വെച്ച് ചുട്ടും വാതിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുവെന്ന് കേട്ടപ്പോൾ നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഇരിപ്പാനിടയായി. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെറുസലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറയേണ്ടതെന്നാൽ, മക്കളെ ഞാൻ പറയട്ടെ, വെൻ ലൈഫ് ഈസ് ഹാർഡ്, നമ്മുടെ സാഹചര്യം നമുക്ക് വളരെ മോശമാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ ആവശ്യം ദൈവത്തെ അറിയിക്കണം, സ്തോത്രത്തോടെ അറിയിക്കണം. നമുക്ക് നമ്മുടെ ദൈവത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എന്നാൽ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഉത്തരം കിട്ടുന്നതിന് വേണ്ടി അവനോട് ഏണസ്റ്റായിട്ട് യാചിക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 7 and 8. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കും, അപേക്ഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് തിരുവായി മൊഴിഞ്ഞതാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കീപ് ഓൺ ആസ്കിങ്, സീക്കിങ് ആൻഡ് നോക്കിങ് വിത്ത് കോൺഫിഡൻസ്. കാരണം അവർ ഹെവൻലി ഫാദർ ഡിലൈറ്റ്സ് ഇൻ ഗിവിങ് എസ് ഗുഡ് ഗിഫ്റ്റ്സ്. നമുക്ക് നല്ല ദാനങ്ങളെ തരുവാൻ നമ്മുടെ പിതാവാകുന്ന ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ്, അതിഷ്ടമുള്ള കാര്യമാണ്. ജെയിംസ് 1:17 ഇങ്ങനെ പറയുന്നു. ജെയിംസ് ചാപ്റ്റർ 1:17 ഇങ്ങനെ പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭയത്താലുള്ള ആച്ഛാദനമോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് പറഞ്ഞ് ചോദിച്ചോളാൻ. ഈ മക്കളെ, നെഹമ്യാവ് 1 തുറക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും അവനെ തന്നെ ഓർമ്മപ്പെടുത്തിയെടുക്കുക. കൊലോസ്യർ 1:6-7 അവൻ ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷമ ചോദിക്കുക, തൻ്റെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ദൈവമുമ്പാകെ താൻ ക്ഷമ ചോദിച്ചു. 1:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു, ഹി റിമെമ്പേഴ്സ് ദ ലോർഡ്സ് പ്രോമിസസ്. ദൈവം കൊടുത്തിട്ടുള്ള പ്രോമിസസിനെല്ലാം അവൻ ഓർക്കുന്നു. 1:11 കേൾക്കണേ എന്ന് അവൻ പറയുക, ജയം തരണമേ, കരുണ തരണമേ എന്ന് അവൻ ദൈവത്തെ അറിയുക. ദൈവത്തിന് വളരെ സന്തോഷമാണ്. അവൻ വളരെ ഈഗറായിട്ടായിരിക്കുന്ന ഒരു ബിഗ് ടൈം ആൻസേഴ്സ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തരാൻ വേണ്ടി. പക്ഷെങ്കിൽ താഴ്മയുടെ ആത്മാവും വിശ്വാസത്തിൻ്റെ ആത്മാവും നമ്മൾ കാണണം. എന്നിട്ട് നാം ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ തക്കവണ്ണം ഇടയാകും. തിരുവചനം
പ്രാർത്ഥന ഇതൊന്നും മാറ്റി വെക്കാനുള്ളതല്ല. യൂസ് യുവർ ബൈബിൾ ആസ് എ പ്രയർ ബുക്ക്. യു ക്യാൻ പ്രേ ദ സ്ക്രിപ്ചർ ബാക്ക് ടു ദ ഫാദർ ബൈ സിംപ്ലി switching off the pronouns in the text and making it your own. Praise the Lord. ഒരിക്കലും നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന നമ്മളെ കൊല്ലുന്നതാണ്. അത് നമ്മുടെ വിശ്വാസത്തെ കൊല്ലും, നമ്മുടെ ഉറക്കത്തെ മോഷ്ടിച്ചെടുക്കും, നമ്മുടെ ഹെൽത്തിനെ ആകമാനം അത് ബന്ധിച്ച് ഒതുക്കും, ബന്ധങ്ങളെ അത് ഡാമേജ് ചെയ്യുന്നതിനും ഇടയാക്കും. ഭയം നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് അൺസർട്ടനിറ്റിയിലുള്ളത് അങ്ങ് മാറ്റിമറിക്കാൻ നോക്കും. അപ്പോൾ ഭയം മനസ്സിലൊരിക്കലും തട്ടാൻ അനുവദിക്കരുത്. ഭയപ്പെടുന്ന വർത്തമാനം പറയുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോണം. Yes, you need to trust in God as your shield. Just like when he told Abraham not to fear, but to trust in his promises. ഉൽപ്പത്തി 15:1. ഒരു കാര്യം അക്നോളജ് ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ സംരക്ഷകനാണ്. ദാവീദ് അതുകൊണ്ടല്ലേ പറയുന്നത്, 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തെ എത്ര ഇൻറ്റിമേറ്റായിട്ടാണ് ദാവീദ് ഏറ്റെടുത്തത്. സമാധാനവും സന്തോഷവും എല്ലാം അതിന് പകരം റിസൾട്ടായിട്ട് കിട്ടുകയും ചെയ്തു. ദൈവം നമുക്ക് തരുന്ന ഓരോ അഷ്വറൻസിനകത്തും നാം ദൈവത്തോട് നമ്മുടെ സമയം ചെലവഴിക്കണം. ഇറ്റ് ടേക്സ് എ വില്ലിങ്നെസ് ടു ട്രസ്റ്റ് ആൻഡ് ടു ഒബേ ഈവൻ വെൻ ഇറ്റ്സ് ഹാർഡ്. റിയലായിട്ടും ചില കാര്യങ്ങൾ ഹാർഡായിട്ട് തോന്നിയാലും ദൈവത്തെ ആശ്രയിച്ച് നാം അത് ചെയ്തേ പറ്റൂ. ദൈവം അതിനുള്ള കൃപകളും കാലുകൾക്ക് വേഗതയുമൊക്കെ തരട്ടെ. കർത്താവിൻ്റെ കൃപ ഞങ്ങളോടുകൂടെയൊക്കെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടിയൊക്കെ ഇരിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തെ പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ആ വിഷയങ്ങൾക്കെല്ലാം സ്തോത്രം ചെയ്ത് മുന്നേറുവാൻ നമുക്ക് കഴിയണം. ഭയത്തിനുള്ള ഏറ്റവും ബെസ്റ്റ് ആൻറ്റിഡോട്ട് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം നമ്മുടെ വർത്തമാനകാലത്ത് നമ്മളുടെ ആയിരിക്കാൻ നമ്മൾ അനുവദിച്ചെങ്കിൽ ഭയമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിയനെ. There is no fear in love. 1 യോഹന്നാൻ 4:18 അത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്യം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്: സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവന് അല്ല. 1 യോഹന്നാൻ 4:18 ഞാൻ വായിച്ചത്. പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് ലവിൽ പൂർണ്ണമായിട്ടൊന്ന് ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ്റെ കൊണ്ട് ദൈവർക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. ഒരു നിയമങ്ങൾ ദേശത്ത് വന്നാലും അതൊന്നും നമ്മുടെ ഇമോഷൻസിനെ കയറി റൂൾ ചെയ്യാൻ അനുവദിക്കരുതെന്ന് ജീവിതത്തിൽ തീരുമാനമെടുത്ത് ദൈവങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുമോ? ദൈവം നമ്മുടെ ജീവിതത്തെ ഒന്ന് ഭരിക്കട്ടെ, ദൈവം ഭരിക്കട്ടെ. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന ഹൃദയം മാറ്റിയിട്ട് ഫിയർലെസ് ഹാർട്ട്, ഫിയർലെസ് കോൺഫിഡൻസ്, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാമേ.
അപ്പോൾ ദൈവം ഓരോ വിധത്തിൽ അത്ഭുതവും ചെയ്യും. സ്വർഗസ്നായ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് ഭയത്തിൻ്റെ ആത്മാവിനെ തന്നിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിനെ തന്ന് ഞങ്ങളെ നിറച്ച് നീ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭയങ്ങളെല്ലാം വിട്ട് കർത്താവിൻ്റെ പെർഫെക്റ്റ് ലവിനകത്ത് അബൈഡ് ചെയ്ത് ജീവിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്.